ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഈസി ഇംഗ്ലീഷ്. 3ാം ക്ലാസ്സിലെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ യൂണിറ്റിലെ ഒരു സ്റ്റോറിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി കൂടുതൽ ലെസൺസ് ആവശ്യമുണ്ടെങ്കിൽ ഏത് ക്ലാസ്സിലെ സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലെസൺസ് ആവശ്യമുണ്ടെങ്കിൽ ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് സെക്ഷൻ വിസിറ്റ് ചെയ്താൽ മതി. ഫസ്റ്റ് ഗ്രേഡ് തൊട്ട് +2 വരെയുള്ള എല്ലാ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെയും ലെസൺസ് ഇവിടെ ലഭ്യമാണ്. സോ യൂസ്ഫുള്ളായൊരു ചാനലായിരിക്കും. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ, അതുപോലെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്തോളൂ. നമുക്ക് ഈ ഒരു സ്റ്റോറിയിലേക്ക് വരാം. ദ ഹംഗ്രി കാറ്റർപില്ലർ. ഹംഗ്രി മീൻസ് വിശപ്പുള്ള, വിശന്ന. കാറ്റർപില്ലർ എന്ന് പറഞ്ഞാൽ പുഴു. എങ്ങനത്തെ പുഴു? ആ പുഴു പിന്നീട് ചിത്രശലഭമായി മാറും, അതായത് ഒരു പൂമ്പാറ്റയായിട്ട് മാറും. അപ്പോൾ ഈ ഒരു കഥയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു മുട്ട വിരിഞ്ഞ് എങ്ങനെയാണ് ഒരു ലാർവ, ഒരു പുഴു കാറ്റർപില്ലർ ഉണ്ടാവുന്നത്. അത് പതുക്കെ ഭക്ഷണം കഴിച്ച് തടിച്ച് വലുതായി ഒരു കൊക്കൂൺ ഉണ്ടാക്കിയിട്ട് ഒരു കൂട്, അത് കൊക്കൂണാണ്, ഒരു കൂടാണ്. അപ്പോൾ അത് പിന്നെ എങ്ങനെ അതിൽ നിന്നൊരു ചിത്രശലഭമായി മാറി വരുന്നു എന്നുള്ള ആ ഒരു ചേഞ്ച്, ആ ഒരു മാറ്റമാണ് നമ്മൾ ഈ ഒരു സ്റ്റോറിയിലൂടെ കാണാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻ ദ ലൈറ്റ് ഓഫ് ദ മൂൺ. മൂൺ എന്താണ്? ചന്ദ്രനാണ്. ഇൻ ദ ലൈറ്റ് ഓഫ് ദ മൂൺ, ചന്ദ്രൻ്റെ പ്രകാശത്തിൽ there was a little egg on a leaf. egg means മുട്ടയാണ്, ലീഫ് ഇല. അപ്പോൾ ഇലയിൽ ഒരു കൊച്ചു മുട്ട ഇങ്ങനെ കണ്ടു ചന്ദ്രൻ്റെ പ്രകാശത്തിൽ. അപ്പോൾ രാത്രി നമ്മളിങ്ങനെ കാണുകയാണ്, കണ്ടോ? അപ്പോൾ ചന്ദ്രൻ്റെ പ്രകാശത്തിൽ അവിടെ ഒരു കൊച്ചു മുട്ട ഇങ്ങനെ കാണുന്നുണ്ട്. വൺ സൺഡേ മോർണിംഗ്, ഒരിക്കൽ ഒരു ഞായറാഴ്ച രാവിലെ പ്രഭാതത്തിൽ ദ വാം സൺ കേം അപ്പ്. അതായത് ഇളം ചൂടുള്ള സൺ കേം അപ്പ്, മുന്നോട്ട് വന്നത്, സൂര്യൻ ഉദിച്ചു. ഔട്ട് ഓഫ് ദി എഗ് കെയിം എ ടൈനി ആൻഡ് വെരി ഹംഗ്രി കാറ്റർപില്ലർ. അപ്പോൾ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് തന്നെ എന്താണ്? ഔട്ട് ഓഫ് ദി എഗ്, ആ മുട്ടയിൽ നിന്നും കെയിം, പുറത്തേക്ക് വന്നു. എന്ത്? എ ടൈനി മീൻസ് സ്മോൾ ആൻഡ് വെരി ഹംഗ്രി, നല്ല വിശപ്പുള്ള കാറ്റർപില്ലർ എന്താണ്? പുഴു. ഞാൻ പറഞ്ഞു ആ പുഴു പിന്നീട് പൂമ്പാറ്റയായിട്ട് മാറും. അങ്ങനത്തെ ഒരു പുഴു ആ മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങി പ്രഭാതത്തിൽ. ഷീ സ്റ്റാർട്ടഡ് ടു ലുക്ക് ഫോർ സം ഫുഡ്. അവൾ എന്ത് ചെയ്തു? ചുറ്റും തിരയാൻ തുടങ്ങി ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. ഓൺ മൺഡേ, തിങ്കളാഴ്ച, ഷീ എയ്റ്റ്, അവൾ കഴിച്ചു. ത്രൂ വൺ ആപ്പിൾ, ഒരു ആപ്പിൾ എന്ത് ചെയ്തു? അവൾ ഇങ്ങനെ കഴിച്ചു മുഴുവൻ. ഓൺ മൺഡേ ഷീ എയ്റ്റ് ത്രൂ വൺ ആപ്പിൾ, ഒരു ആപ്പിൾ ആകെ കഴിച്ചു. ബട്ട് ഷീ വാസ് സ്റ്റിൽ ഹംഗ്രി. പക്ഷേ അവൾക്ക് വിശപ്പ് മാറിയില്ല. അപ്പോൾ ഒരു ആപ്പിൾ മുഴുവൻ കഴിച്ചെങ്കിലും അവൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഇനി റൈറ്റ് സൈഡ് നോക്ക്. ഐ ആം സ്റ്റിൽ ഹംഗ്രി. ഓൺ ട്യൂസ്ഡേ, ചൊവ്വാഴ്ച, ഷീ എയ്റ്റ് ത്രൂ 2 pears. പെയേഴ്സ് എന്നാൽ പെയർ ഫ്രൂട്ട് ആണ് കേട്ടോ, പെയർ ഫ്രൂട്ട്. അപ്പോൾ 2 പെയർ ഫ്രൂട്ട് അവർ കഴിച്ചു. ബട്ട് ഷീ വാസ് സ്റ്റിൽ ഹംഗ്രി. പക്ഷെ എന്നിട്ട് വിശപ്പ് മാറിയില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു. ഇനിയോ ഓൺ വെൻസ്ഡേ, ഷീ എയ്റ്റ് ത്രൂ 3 plums. 3 പ്ലംസ്, അതാണ് വെനസ്ഡേ അവൾ കഴിച്ചത്. ബട്ട് ഷീ വാസ് സ്റ്റിൽ ഹംഗ്രി. എന്നിട്ടും എന്താണ്? അവൾ ഹംഗ്രി ആയിരുന്നു, നല്ല വിശപ്പുണ്ടായിരുന്നു. സോ ഓൺ തേഴ്സ്ഡേ, വ്യാഴാഴ്ച, ഷീ എയ്റ്റ് ത്രൂ 4 strawberries. കണ്ടോ? അപ്പോൾ ഇവിടെ നമ്പറും പഠിക്കുന്നുണ്ട്, ഫ്രൂട്ട്സിൻ്റെ നെയിംസ് പഠിക്കുന്നുണ്ട് കുട്ടികൾ. ഓൺ തേഴ്സ്ഡേ, വ്യാഴാഴ്ച, ഷീ എയ്റ്റ് ത്രൂ 4 strawberries, 4 സ്ട്രോബെറീസ് കഴിച്ചു. ബട്ട് ഷീ വാസ് സ്റ്റിൽ ഹംഗ്രി. എന്നിട്ടും അവൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഓൺ ഫ്രൈഡേ, ഷീ എയ്റ്റ് ത്രൂ 5 oranges. 5 ഓറഞ്ചസ് ആണ് ഫ്രൈഡേ അവൾ കഴിച്ചത്. ബട്ട് ഷീ വാസ് സ്റ്റിൽ ഹംഗ്രി. നല്ല വിശപ്പ് എന്നിട്ടും അവൾക്കുണ്ടായിരുന്നു. ഐ എം സ്റ്റിൽ ഹംഗ്രി എന്നാണ് പാവം കാറ്റർപില്ലർ പറയുന്നത്. ഓൺ സാറ്റർഡേ, ശനിയാഴ്ചയോ, ഷീ എയ്റ്റ്, ഇന്നൊന്നും പറയുന്നില്ല, കുറേ പിക്ചേഴ്സ് ഉണ്ട്. പീസ് ഓഫ് കേക്ക്, ഐസ്ക്രീം, പിന്നെ പേരറിയാത്ത എന്തൊക്കെയോ ഡോണറ്റ്സ് ഉണ്ട്, പിന്നെ കപ്പ് കേക്കോ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ദാറ്റ് നൈറ്റ്, അപ്പോൾ കുറേ സാധനങ്ങൾ അവർ കഴിച്ചു. ദാറ്റ് നൈറ്റ് ഷീ ഹാഡ് എ സ്റ്റൊമക്ക് ഏക്ക്. സ്റ്റൊമക്ക് വയറ്, ഏക്ക് വേദന. അന്ന് രാത്രി, കാരണം ഇതെല്ലാം മധുരമാണല്ലോ, അതെല്ലാം കഴിച്ചപ്പം അവൾക്ക് വയറുവേദന വന്നു. ദ നെക്സ്റ്റ് ഡേ, പിറ്റേ ദിവസം, സൺഡേ അഗെയിൻ, ഞായറാഴ്ചയാണല്ലോ. ദ കാറ്റർപില്ലർ എയ്റ്റ് ത്രൂ 1 nice green leaf. നല്ല പച്ച ഇല അവൾ കഴിച്ചു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഫെൽറ്റ് മച്ച് ബെറ്റർ. അപ്പോൾ ഇന്നത്തെ രാത്രിക്കത്തെ ആ ഒരു വയറുവേദന കുറേയൊക്കെ മാറി. ഷീ വാസ് ഇൻ ഹംഗ്രി എനിമോർ. ഇപ്പോൾ അത്രയ്ക്കൊരു വിശപ്പ് അവൾക്കില്ല. ആൻഡ് ഷീ വാസ് ഇൻ എ ലിറ്റിൽ കാറ്റർപില്ലർ എനിമോർ. അപ്പോൾ മുൻപൊരു ചെറിയ കാറ്റർപില്ലർ, ചെറിയൊരു പുഴുവായിരുന്നെങ്കിൽ ഇപ്പോഴങ്ങനെയല്ല, തടിച്ചുപോയി. ഷി വാസ് എ ബിഗ് ഫാറ്റ് കാറ്റർപില്ലർ. അവളൊരു വലിയ തടിച്ച, ഫാറ്റ് മീൻസ് തടിച്ച കാറ്റർപില്ലർ, പുഴുവായി മാറി. ഷീ ബിൽറ്റ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി, നിർമ്മിച്ചു. എ സ്മോൾ ഹൗസ്, ഒരു കൊച്ചു വീടുണ്ടാക്കി. കോൾഡ് എ കക്കൂൺ, അത് വായിക്കുക കക്കൂൺ എന്നാണ്. ഒരു കക്കൂൺ, ഒരു വീടുണ്ടാക്കി. കണ്ടോ? എറൗണ്ട് ഹെർസെൽഫ്, അവൾക്ക് ചുറ്റും ഒരു വീടുണ്ടാക്കി. ഷീ സ്റ്റേഡ് ഇൻസൈഡ് അകം.
സ്റ്റേഡ് താമസിച്ചു. അവൾ അതിൻ്റെ അകത്ത് താമസിച്ചു ഫോർ മോർ ദാൻ 2 weeks. 2 ആഴ്ചയോളം അവൾ ആ കക്കൂണിനുള്ളിൽ താമസിച്ചു. എന്നിട്ടോ ദെൻ ഷീ നിബിൾഡ് എ ഹോൾ. അവൾ കടിച്ചു, ചെറിയ ചെറിയ പീസായി കടിച്ചെടുത്ത് എന്തായി കരണ്ട് പുറത്തേക്ക് ഒന്ന. ഷീ നിബിൾഡ് എന്ന് പറഞ്ഞാൽ കടിച്ച് തിന്ന, ചെറുതായി ചെറിയ ബൈറ്റ്, ചെറുതായി കടിച്ച് സാധനം കഴിക്കുന്നതിനെയാണ് നിബിൾ എന്ന് പറയാം. സോ ദെൻ ഷീ നിബിൾഡ് എ ഹോൾ ഇൻ ദ കക്കൂണിന് ഒരു ഹോൾ ഉണ്ടാക്കി കടിച്ചൊരു ഓട്ടയാക്കി. എന്നിട്ടോ പുഷ്ഡ് ഹെർ വേ ഔട്ട്. അവൾ പുറത്തേക്ക് വന്നു. പുഷ്ഡ് ഹെർ വേ ഔട്ട് മീൻസ് അവൾ അതിലൂടെ ഇങ്ങനെ ഉന്തിത്തള്ളി പുറത്തേക്ക് വന്നു. ആൻഡ് ഷീ ബിക്കെയിം എ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ. അങ്ങനെ അവസാനം എന്തായി, ആ എഗ്ഗിൽ നിന്നും പിന്നെ അതൊരു പുഴു തടിച്ച് അത് പിന്നെ ഒരു കക്കൂണായി മാറി. ഇപ്പോൾ അവസാനം ഒരു ബ്യൂട്ടിഫുള്ളായി മനോഹരമായ ബട്ടർഫ്ലൈ ആയി മാറി, ഒരു പൂമ്പാറ്റയായിട്ട് മാറി. സോ ഈ ഒരു സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.